ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അഖിൽ ഒരാഴ്ചത്തേക്കിന് നാട്ടിൽ പോവാണ്. അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, അതായത് ഏട്ടൻ്റെ കൊലീഗിൻ്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. ദീപക് ചേട്ടനും പിന്നെ മിന്നുവിൻ്റെയും വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പാക്കിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു നടുവിന് വേദന ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഏട്ടനോടൊന്ന് തിരുമ്മി തരാനായിട്ട് പറഞ്ഞതാണ്. അത് യൂഷ്വലി ഒരു നല്ല രീതിയിലല്ല എൻഡ് ചെയ്യുന്നത്. എപ്പോഴും ഏട്ടൻ കൈ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദന കൂടാറാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പാക്കിങ് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം കുറേ വിൻ്റർ ഡ്രസ്സസ്സാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം നല്ല തണുപ്പായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തുണി അധികം ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര ബൾക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ഇവിടെ എനിക്ക് പെട്ടി കൊണ്ടുവന്ന് തരുന്നുണ്ട് പാക്ക് ചെയ്യാനായിട്ട്. സോ അതൊക്കെ എടുത്തിട്ട് നമുക്കെല്ലാം പാക്ക് ചെയ്യാം. സ്കിൻ കെയറും എല്ലാം പാക്ക് ചെയ്യണമല്ലോ. വീട്ടിലേക്കാണ് പോകുന്നത്, എന്നാൽ തന്നെയും മെഡിസിൻസ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സ്കിൻ കെയറൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ പ്രോഡക്റ്റ്സും ഒന്നും ഈ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രഗ്നൻസി സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഹസ്ബൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊരു കാര്യം ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഇതൊരു നാച്ചുറലി വന്നൊരു കാര്യമാണ്. അപ്പം ഞാനതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പം അഖിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഒരു ഉമ്മ തരുന്നതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യണം. ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം. അപ്പം നമുക്ക് ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യാം. അപ്പം ഞാനങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം എടുക്കേണ്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ അടുത്ത ആരോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് അവരെ കൊണ്ടാണ് ഞാനത് ചെയ്യിപ്പിക്കാറ്. കാരണം എനിക്ക് ആക്ച്വലി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ്സ് ഒന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേയൊക്കെ പാക്കിങ് കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ആക്ച്വലി നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ ബാഗിൻ്റെ താഴെയും ടർക്കിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന്. അപ്പം ഞാൻ ഒരു സെറ്റെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഞാൻ ഇനിയും കുറച്ച് തുണികളും വെക്കാനുണ്ട്, പിന്നെ എൻ്റെ സ്വെറ്ററൊക്കെ വെക്കാനുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ വീണ്ടും തുറന്നിട്ട് ഇപ്പോൾ ഞാനതെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും തോന്നണ്ട, ഇതൊക്കെ ഞാനിങ്ങനെ വട്ടത്തിലൊക്കെ കാണിക്കുന്നതാണ്. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. അങ്ങനെ അടുത്ത ദിവസം, അതായത് 8-ാം തീയതി നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഏട്ടൻ്റെയും പാക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നാണ് നമ്മൾ മിന്നുവിൻ്റെയും ദീപക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഹസ്ബൻഡ് ആദ്യം തന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഹസ്ബൻഡ് അങ്ങ് ബുക്ക് ചെയ്ത ക്യാബിൽ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലിപ്പിങ്സ് നമ്മുടെ 15-ാം തീയതിയാണ്. അതായത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ദിവസത്തെ ക്ലിപ്പിങ്സാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു വീക്ക് എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം രാവിലെ മിന്നു ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാനും മിന്നുവിൻ്റെ ഒരു മോനുണ്ട്. പുള്ളിയുടെ പേര് മാർവിൻ എന്നാണ്. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഭയങ്കര വികൃതിയും ഒക്കെയുള്ള ക്യൂട്ട്നെസ് ഓവർലോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ കുസൃതികളും ഒക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ തന്നെ ഒരു വീക്ക് പോയാൽ എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. അപ്പം ദീപക് ചേട്ടനും മിന്നുവിനും ഒരുപാട് താങ്ക്സ് എന്നെ ഹോസ്റ്റ് ചെയ്തതിന്. മിന്നു ശരിക്കും ഒരു നല്ല ഹോസ്റ്റാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നതിലും എനിക്ക് പുറത്തുനിന്നും കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നു. അപ്പം എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും അതൊരു അത്
പോരാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്തായാലും ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് അവനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഉമ്മ കൊടുക്കാൻ തോന്നി. പാവം നല്ലതായിട്ട് കിടന്നുറങ്ങിയ കൊച്ചിനെ വെറുതെ ഇങ്ങനെ കുത്തി എഴുന്നേൽപ്പിക്കാമെന്ന് പറയില്ല, ആ ഒരു പരിപാടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റർബ് ആയിരുന്നു ഞാൻ ഉമ്മ കൊടുത്തപ്പം. എന്നിട്ട് പിന്നെ അവൻ തിരിഞ്ഞ് കിടന്നിട്ട് പിന്നെ വീണ്ടും കിടന്നുറങ്ങി, അത് കുഴപ്പമില്ല. ഇനിയിപ്പം നമുക്ക് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യേണ്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട വയ്ക്കുകയാണ് ഇവിടെ. ഇങ്ങനെ തുണിയെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ തലയണയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവൻ വീഴാത്ത പോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് പോയി ഫ്രഷനപ്പ് ആവാം. നമുക്ക് പല്ലൊക്കെ ഒന്ന് തേച്ച് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോവാം. അവിടെ മിന്നു എന്താ ചെയ്യണമെന്ന് നോക്കാം. മിന്നു ഓൾറെഡി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമുക്ക് വേഗം പോയി ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം നമ്മൾ ഇനിയിപ്പം ഫ്രഷായിട്ട് നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. അപ്പോൾ എനിക്ക് ഇഞ്ചി ചായയാണ് ഇഷ്ടം. നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഇഞ്ചിയിട്ട ജിഞ്ചർ ടീ ബേസിക്കലി. അപ്പം അതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മിന്നുവിനെയും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ആക്ച്വലി ജിഞ്ചർ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്കിനി ചായ ഉണ്ടാക്കുന്നത് കാണാം. ബേസിക്കലി അതിൻ്റെ അകത്തിൽ നമ്മൾ പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തിലേക്ക് തേയിലപ്പൊടി ഇടും, പഞ്ചസാര ഇടും, പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ നമ്മുടെ കാർഡമം, ഇത് ഇത്രയാണ് ഞാൻ ഇടാറ്. അപ്പം അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം ചായയൊക്കെ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ മാർവിൻ കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം നമുക്ക് കുറച്ച് അവൻ്റെ ഒരു ക്യൂട്ട്നെസ് കാണാം. ഞാനിവിടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മാർവിനുമായിട്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ അവൻ്റെ സംസാരമൊക്കെ കേൾക്കാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര ക്യൂട്ടാണ്. എത്ര പ്രാവശ്യം അത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ചായയൊക്കെ റെഡി ആയപ്പോഴത്തേക്കിനും മിന്നു രണ്ട് ചായയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഇനിയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ദോശയാണ്. ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഞാൻ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട് കൂടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഞങ്ങൾക്ക് വേറൊരു വീട്ടിൽ പോകാനുണ്ട്. ദിവ്യയുടെയും അച്ചുച്ചേട്ടൻ്റെയും വീട്ടിലേക്ക് അവരുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിന്നുവിനോട് എൻ്റെ ബാഗൊന്ന് എടുത്തു തരാൻ പറഞ്ഞത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ആവശ്യം വരുമ്പോൾ ഒക്കെ ഞാൻ മിന്നുവിനോട് പറയാറുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. വരാമോ? ഒരു സെക്കൻഡത്തേക്ക് വന്നാൽ മതി. അത് അവിടെ നിന്ന് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് കുറച്ച് ലാപ്ടോപ്പിൻ്റെ പണിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതും ചെയ്ത് വെക്കാം നമുക്ക്. ഞാനിപ്പോൾ പാക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ദിവ്യയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഏട്ടൻ ഡയറക്റ്റ്ലി അവിടെ വരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ വന്നിട്ട് നമുക്ക് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ബാഗും എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ പാക്ക് എല്ലാം ചെയ്ത് വെക്കുന്നത്. സോ ദാറ്റ് തിരിച്ച് വന്നിട്ട് എന്തായാലും രാത്രിയാവും. അപ്പം എനിക്ക് സമയം ഉണ്ടാവില്ല പാക്ക് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ഞാനിവിടെ എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ദിവ്യയുടെയും അച്ഛത്തിൻ്റെയും വീട്ടിലേക്ക് പോവാം. ഞാനപ്പം റെഡിയായി. ഇനിയിപ്പം നിങ്ങൾക്ക് ക്ലിപ്പിങ്സ് കാണാം. ഞങ്ങളുടെ എല്ലാവരുടെയും വീട് ഏകദേശം അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ അധികം സമയം എടുത്തില്ല എത്താനായിട്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവ്യയും അച്ഛച്ചേട്ടനും നന്നായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് തീമിൽ. അത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ക്ലിപ്പിങ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ക്ലിപ്പിങ്സ് മാത്രം. അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവർ അറേഞ്ച് ചെയ്ത ഫുഡും കാര്യങ്ങളും ടീയും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിരുന്നു. നല്ല ക്രിസ്മസ് തീം വെച്ചിട്ടായിരുന്നു അവരെല്ലാം ചെയ്തത്. കണ്ടില്ലേ എന്ത് ക്യൂട്ടാണല്ലേ ഇതൊക്കെ കാണാനായിട്ട്. നല്ല രസമുണ്ട്. ഈവൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കോമൺ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് സംസാരിച്ച് നല്ലൊരു സമയം ചിലവഴിച്ചു അവിടെ കുറേ നേരത്തേക്കിന്. പിന്നെ ഞങ്ങൾ ഇവിടെ ചായയൊക്കെ ചായ കുടിച്ചു. സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചായിരുന്നു. ഐ മീൻ അവർ തന്നെ മേടിച്ച കേക്കാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കൂടെ കൂടിയിരുന്നു. അപ്പം നല്ലൊരു ടൈമായിരുന്നു ആക്ച്വലി. ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ദിവ്യയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഹോസ്റ്റ് ചെയ്തതിന് വളരെ വളരെ താങ്ക്സ്. ഞാൻ വീണ്ടും താങ്ക്സ് പറയുകയാണ് ദിവ്യയോടും അച്ഛച്ചേട്ടനോടും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് തീമിലായിരുന്നു ഇവർ ഈവൻ ഫുഡ് വരെ മേടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ ക്രിസ്മസ് കുക്കീസ്. ഇത് ആക്ച്വലി ജിഞ്ചർ ബ്രെഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമില്ലേ കാണാനായിട്ട്. അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആയിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചത്. അപ്പം ഇതാണ് ഇവരുടെ കിച്ചൺ. ഞാൻ അധികമൊന്നും അകത്തേക്ക് കാണിക്കുന്നില്ല. ഇതാണ് അച്ചുചേട്ടൻ. ആൻഡ് ആ യെല്ലോ ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ദിവ്യ. ആൻഡ് മറ്റേത് രണ്ടുപേരും ആൻറ്റി അങ്കിളുമാണ്. പിന്നെ ഇത് മിന്നു. പിന്നെ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബേസിക്കലി. അപ്പം ഇനി നമുക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ കാണാം. അവിടെ ഇങ്ങനെ നല്ല രസമായിരുന്നു ശരിക്കും.
കുറേ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. കുറേ നാൾ കൂടിയിരുന്നാണ് നമ്മളിങ്ങനെ ഒരു ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വിൻ്റർ ടൈം ആയതുകൊണ്ട് നമ്മളെങ്ങും പുറത്തൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല രസമായിരുന്നു ശരിക്കും എല്ലാവരുടെ കൂടി, അത് പറയാനുള്ളൂ. അപ്പം ഞാൻ റിയലി എൻജോയ് ചെയ്തു. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് എല്ലാവരോട് കൂടി ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദറൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ, ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്. ഇനിയിപ്പം ഇവിടെ കേക്ക് കട്ടിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളിനി അതിൻ്റെ ക്ലിപ്പിങ്സ് കണ്ടോളൂ കേട്ടോ. Congratulations and celebrations. Because actually not. Birthday or no? Birthday. The house in a birthday. This home. Birthday of this home. ഇത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. Okay, let's cut it together. You can hold. You can hold. Any woody? No, cut. പിടിക്കോ? Okay. हाँ, we'll make it half. ഇത് cut ചെയ്യും. Ginger പണ്ട് അത്. അപ്പോൾ ഇതായിരുന്നു ഫുഡ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ അധികം കഴിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ലായിരുന്നു. സോ ഞാൻ ഇച്ചിരി റൈസും പിന്നെ വെജിറ്റബിൾ എന്തോ മിക്സ് വെജായിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഞാൻ കഴിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഏകദേശം ലൈക്ക് രാത്രിയായിരുന്നു ഈ സമയമായപ്പോഴത്തേക്കിനും. പിന്നെയാണ് അഖിലും ഒക്കെ വന്നത്, കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കിനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു, ബൈ.